ചിരിച്ചേക്കുക. പക്ഷെ അങ്ങോട്ട് ഏത് ഫേസ് ബെറ്റർ, ഏത് സൈഡാണ് ആക്കി ആ ചിരിച്ചാക്കില്ല. സുഹൃത്ത് കൈയ്യൊക്കെ ഇങ്ങനെ കാട്ടേക്ക്, ഇങ്ങനെ കാട്ടേക്ക്, ഇങ്ങനെ കാട്ടി ചിരിച്ചാക്കിയ കൈയ്യൊക്കെ കെട്ടി നോക്കി, കൈ കെട്ടി നോക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്താൽ ഈ ഫോട്ടോ ഷൂട്ടിനായുള്ള തിരക്ക് കൂടിയാണ്. സ്റ്റുഡിയോക്കാർക്ക് അതൊരു ചാകരക്കാലം കൂടിയാണ്. എന്നോടൊപ്പം ഒരു സ്റ്റുഡിയോയിലെ ജീവനക്കാരനും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളുമുണ്ട്. ഈ യാത്രക്കിടയിൽ വല്ലപ്പുഴയിൽ നിന്ന് കണ്ട സ്ഥാനാർത്ഥികളാണ്. ഇപ്പോൾ ഈ ഫോട്ടോഷൂട്ടൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. വല്ലപ്പുഴയിലും അതുപോലെ തന്നെ വല്ലപ്പുഴ യാറ പ്രദേശത്തൊക്കെ ഈ 5 വർഷക്കാലം വികസനത്തിൻ്റെ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ജനങ്ങൾക്കിടയിലൊക്കെ പ്രവർത്തിച്ച ഒരു പരിചയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മത്സരത്തിന് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഫോട്ടോഷൂട്ട് എന്ന് പറയുമ്പോൾ അത് ഒരു ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ട്. ജനങ്ങൾക്കിടയിലൊക്കെ സാധാരണഗതിയിലൊക്കെ നമ്മൾ ചിരിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, മറ്റു രീതിയിലൊക്കെ പോകുമ്പോൾ ഇതിവിടെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുതിയൊരു അനുഭവം തന്നെയാണ്. ഇങ്ങനൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ചിരിക്കലും അതുപോലെ തന്നെ മറ്റുള്ള ഫോട്ടോഷൂട്ട് എന്ന നിലക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളൊരു 16 വർഷത്തോളമായിട്ട് പൊതുരംഗത്തുള്ള ആളാണ്. വല്ലപ്പുഴയിലും നമ്മളെ മാട്ടായ എന്ന് പറയുന്ന പ്രദേശത്താണ് മത്സരിക്കുന്നത്. നമ്മളെ സ്വന്തം പ്രദേശമാണ്. അവിടത്തേക്ക് ജനങ്ങളോട് നമ്മൾ നിരന്തരം ചിരിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെയാണ്. പക്ഷെ എന്താ വെച്ചാൽ ഇവർ വന്ന് പെട്ടെന്ന് ഒരു ചിരി ഉണ്ടാക്കാൻ പറയുമ്പോഴും ഒന്ന് സംസാരിക്കാൻ പറയുമ്പോൾ കയ്യാട്ടാൻ പറയുമ്പോഴും അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ആകുമ്പോഴാണ് കുഴപ്പം. ജനങ്ങളുടെ ഇടയിലാണെങ്കിൽ നമുക്കിതൊക്കെ സ്വാഭാവികമായിട്ട് വന്നോളും. പക്ഷെ ഇവരിങ്ങനെ പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. വരച്ച വരയിൽ നിർത്തുകയാണ്. അതെ 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 അതെ. എങ്ങനെ ഈ സ്ഥാനാർത്ഥികളൊക്കെ വരച്ച വരയിൽ നിർത്തുന്നത്? വളരെ നല്ല അനുഭവമാണ്. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളില്ലാതെ ജനങ്ങളോട് എങ്ങനെ നമ്മൾ ചിരിച്ചിട്ട് എങ്ങനെ നിൽക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണതിലൊരു വ്യത്യസ്തത ഉണ്ട്. ഇങ്ങനെ ചിരിക്കാനൊക്കെ പറയുമ്പോൾ എന്താ തോന്നുന്നത്? ഇങ്ങനെ കൈവീശാനും ഇതൊക്കെ പറയുമ്പോൾ പൊതുവേ നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ചിരിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവർ പറയുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഒരു ആർട്ടിഫിഷ്യലായിട്ടൊന്ന് ചിരിച്ച് കാണിക്കലും ഒരുവിധം ഒപ്പിച്ച് അങ്ങനെ കാണിച്ച് എടുത്തിട്ടുണ്ട്. അതാണൊരു അനുഭവം. എന്തായാലും ഈ ക്യാമറയിൽ ചിരിച്ച ഫോട്ടോ പതിഞ്ഞാലാണ് അത് വലിയ ഫ്ലെക്സായി നാളെ ഈ അങ്ങാടിയിൽ തൂങ്ങുകയുള്ളൂ. അതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇനി എല്ലാ മുക്കുമൂലകളിലും നാട്ടിൻപുറങ്ങളിലും ഇത്തരം ഉള്ള ഈ ചിരിച്ച സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ എല്ലാ പാർട്ടിയുടെയും വരും എന്നുറപ്പാണ്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.